കുട്ടികളെ പോലത്തെ വളരെ പൈകിളി ബാലിശമായിട്ടുള്ള ഒരു പ്രണയമാണ്. വാലന്റൈൻസ് ഡേന് ടെഡി ബെയറും ചോക്ലേറ്റൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് പ്രണയമാണ്. രണ്ടാമത് ഒരു പ്രണയം അല്ലേ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എനിക്ക് എന്തോ ഒരു സ്പാർക്ക്, അതായത് ഇത്രയും കാലമായിട്ട് ഒരിക്കലും തോന്നാത്ത ഒരു സ്പാർക്ക് ഉണ്ടായി. മഴ പെയ്താൽ അയ്യോ മഴ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ആൾക്കാരാണ്. കല്യാണത്തിന് ശേഷമാണ് പ്രണയം സംഭവിക്കുന്നത്. സോ ഇറ്റ് ഹസ് ബീൻ വെരി നൈസ്. എന്നെ കണ്ട ഉടനെ ഒരു റെക്കഗ്നിഷൻ ആയിരുന്നു എന്നാ പറയുന്നത്. ഇതാണ് ആള്. ഈ തിരിച്ചറിവിന് ശേഷമുള്ള സമയം ഓർമ്മയുള്ളൂ, അതിന് മുന്നേ ഉള്ളത് ഞാനല്ല. എനിക്ക് ദൈവം എന്താണെന്ന് അറിയണം. ഐ വോണ്ട് ടു നോ വാട്ട് ഇസ് ഗോഡ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ ശരിക്കും ദൈവം? ആ എക്സ്പീരിയൻസ് ഉണ്ടായി September 3, 2004. പക്ഷെ പിന്നെ 18 years, അതിൽ 14 years സൈക്യാട്രിക് മെഡിസിൻ കഴിക്കേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് കല്യാണത്തിന് ശേഷം. എക്സ്ക്ലൂസീവ്. എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ? എന്തൊക്കെയാണ്? ഫ്യൂച്ചറിലല്ലോ, പ്രസന്റ് മാത്രമേ ഉള്ളൂ. ശരിയാണ്, ജീവിക്കുന്നു. എനിക്കിപ്പോൾ ലെന എന്ന നടിയേക്കാൾ ഉപരി എന്നോട് സംസാരിക്കുന്ന ഒരു ക്ലിനിക്കൽ മറ്റേ സൈക്കോളജിസ്റ്റ് അല്ലേ? ഭയങ്കര പൈങ്കിളികളാണ്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. ജീവിതം എനിക്കേ സംഭവിക്കുന്നു എന്നല്ല, ജീവിതം എന്നിലൂടെ സംഭവിക്കുന്നു. പറഞ്ഞത് ലെനയാണ്. മൂവി വേൾഡിൽ നിന്ന് കൂടെയുള്ളത് ലെനയാണ്. സ്വാഗതം. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ ഒരു വർഷം മുൻപാണ്. അതെ, ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് കല്യാണത്തിന് ശേഷം. പിന്നെ ആദ്യത്തെ ഇൻ്റർവ്യൂ. എക്സ്ക്ലൂസീവ്. ഈ ബുക്കിനെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് ചോദിക്കാറുണ്ട്. അത് നമുക്കൊരു അടുത്ത പാർട്ടിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഒരു സെപ്പറേഷന് ശേഷം പിന്നീട് ലെന കുറേ വർഷങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. രണ്ടാമത് ഒരു പ്രണയം അല്ലേ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതൊരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അതുകൊണ്ട് കല്യാണത്തിന് ശേഷമാണ് പ്രണയം സംഭവിക്കുന്നത്. സോ ഇറ്റ് ഹസ് ബീൻ വെരി നൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബുക്ക് തന്നെയാണ് എൻ്റെ കംപ്ലീറ്റ് ലൈഫിലെ ട്രജക്ടറി മാറ്റിയത്. ഈ ബുക്കിൻ്റെ ഇൻ്റർവ്യൂ ആക്ച്വലി യൂട്യൂബിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഭയങ്കര വൈറലായി പ്രശ്നം ആയല്ലോ, എല്ലായിടത്തും ഭയങ്കര ചർച്ചാ വിഷയമായപ്പോൾ. അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ സിനിമ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെയും ഇൻ്റർവ്യൂസ് കാണാത്ത ആൾക്കാർ, അവർ ഈ ബഹളം കാരണം ഇത് ശ്രദ്ധിച്ചു. അതിലൊരാളാണ് നമ്മുടെ ആസ്ട്രോനോട്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇത് കാണുന്നു, ആ കണ്ട സംസാരം കണ്ട് ദിസ് ഇസ് ദ പേഴ്സൺ എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ നമ്പർ തേടിയെടുക്കുന്നു, എന്നെ കോൺടാക്ട് ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു, വീട്ടുകാർ സംസാരിക്കുന്നു, കല്യാണം നടക്കുന്നു. ഇത്ര പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പം അദ്ദേഹത്തിന് എന്താണ് അതിൽ കണക്ട് ആയത്? കാരണം നോർമലി അവർക്കൊന്നും ഒരു സിനിമ ഇന്റർവ്യൂസ് കാണാനുള്ള സമയമോ താല്പര്യമോ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. അവർ വേറെ ലെവലിൽ ചിന്തിക്കുന്ന, അവരുടെ ലൈഫ് കൊണ്ടുപോകുന്ന മനുഷ്യരാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് വരുന്നു, ലെനയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് കണക്ട് ആയത്? ഏറ്റവും കണക്ട് ആയത് ആ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിച്വാലിറ്റി പറഞ്ഞത് ഇമ്മീഡിയറ്റ്ലി കണക്റ്റായി. അതല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ആൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എന്നെ കണ്ട ഉടനെ ഒരു റെക്കഗ്നിഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ആള് എന്ന് പറയുന്ന പോലത്തെ ഒരു റെക്കഗ്നിഷൻ. എനിക്കെപ്പോഴാണ് അങ്ങനെ തോന്നിയത്? ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയ ഉടനെ എനിക്ക് എന്തോ ഒരു അതായത് ഇത്രയും കാലമായിട്ട് ഒരിക്കലും തോന്നാത്ത ഒരു സ്പാർക്ക് ഉണ്ടായി. ഇറ്റ്സ് ലൈക്ക് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഗഗൻയാൻ ദൗത്യത്തിലെ ഏക മലയാളിയാണ് അദ്ദേഹം, അല്ലേ? ഈ സിനിമയിൽ നിന്നും മാറി നമുക്ക് അവിടെയാണ് ഇപ്പം സെറ്റിൽ ചെയ്തേക്കുന്നത്, US-ലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. സെറ്റിൽ ചെയ്തിരിക്കുന്നതല്ല, നമ്മളിപ്പോൾ അവിടെ US-ൽ ഇവരുടെ ട്രെയിനിങ് പീരിയഡിൽ US-ലാണ് താമസിക്കുന്നത്. നാസയുടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്, ഹ്യൂസ്റ്റണിൽ. അവർക്ക് നാസയിലും സ്പേസ് എക്സിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ. അതുകൊണ്ടാണ് അവിടെ. ഞാനിപ്പോൾ തിരിച്ചിവിടെ എത്തി, തിരിച്ച് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ജീത്തു ജോസഫ് സാറിൻ്റെ വലതുവശത്തെ കള്ളനിൽ അഭിനയിച്ച് കഴിഞ്ഞേ ഉള്ളൂ.
ഓക്കെ. ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും US-ലാണല്ലോ, അതായത് ഞാൻ മിക്കവാറും അങ്ങോട്ട് മാറി കാണും. ഇല്ല നമ്മൾ ഈ ട്രെയിനിങ് പീരീഡിൽ അവിടെയായിരുന്നു. എവിടെയാണ് ഈ എനിക്ക് തോന്നുന്നു ഇതുവരെ കാണാത്തൊരു മേഖലയാണ് നാസ, അല്ലെങ്കിൽ ഈ സ്പേസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ് പാർട്ട്ണർ ഉള്ളത്. അപ്പോൾ ഈ ലെന നേരെ ഓപ്പോസിറ്റ് സിനിമ, അതിൻ്റെ ഒരു ഗ്ലാമർ വസ്താണ് ലെന നിൽക്കുന്നത്. ഇതെങ്ങനെ ഈ ഒരു ബാലൻസിങ് അവിടെ സംഭവിച്ചു പോകുന്നത്? എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു പവർ കപ്പിളാണ് ഇപ്പോൾ. ബിക്കോസ് യു ഹാവ് എൻ ആസ്ട്രോനോട്ട് ആൻഡ് ആൻ ആക്ട്രസ്, ഫൈറ്റർ പൈലറ്റ് ആസ്ട്രോനോട്ട്, ഒരു ആക്ട്രസ് ഓത്തർ. അപ്പോൾ ആ ഒരു കോംബോ വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് തന്നെ ഒരു പവർ കപ്പിൾ ഫീലിംഗ് ആണ്. ബിക്കോസ് ഒരേ മേഖലയിൽ നിന്നാണെങ്കിൽ അതിൽ ഈ പറഞ്ഞൊരു ഡൈനാമിക് കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരാൾ സയൻസും ടെക്നോളജിയും മിലിറ്ററിയും എയർഫോഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊണ്ടുവരുമ്പോൾ മറ്റേ ആൾ ആർട്ടിസ്റ്റിക് ഫ്രീഡം, ഭയങ്കര എന്താ പറയുക, ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ നിന്ന് വരുമ്പോൾ ഒരു കുറച്ചും കൂടെ ഹോൾനെസ് വരുന്നുണ്ട് എല്ലാത്തിനും. അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളിലും ഇപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം ആ സൈഡിൽ നിന്ന് വരികയും ആ സൈഡിൽ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വരികയും, അത് കൂടാതെ ഞങ്ങളെ ആക്ച്വലി കോർത്തിണക്കുന്നത് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ്. അത് കൂടാതെ ഞങ്ങളുടെ ശീലങ്ങളൊക്കെ വളരെ സിമിലറാണ്. പണ്ട് മുതലേ ഉള്ള ശീലങ്ങൾ, എനിക്ക് കുറേ എല്ലാവർക്കും ഇല്ലാത്ത ശീലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ 5:30-ക്കും 6 മണിക്കും ഇടയിൽ ഡിന്നർ കഴിക്കുക വൈകിട്ട്. അത് ഇവിടെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല, ഉണ്ടെങ്കിലേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ മെഡിറ്റേഷൻ ഇരിക്കുന്ന ശീലം എന്നും ഈവനിങ്ങിലോ മോർണിംഗിലോ, വായിക്കുന്ന പുസ്തകങ്ങൾ, കഴിക്കുന്ന ടൈപ്പ് ഓഫ് ഭക്ഷണം, അതായത് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഫുഡ്. ഞാൻ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. അപ്പോൾ കഴിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ബക്ക്വീറ്റ് ആണോ കീനോ ആണോ, അങ്ങനത്തെ കുറച്ച് റെയർ എല്ലാവരും കഴിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു 9-9:30 ആകുമ്പോൾ കിടന്നുറങ്ങുക രാത്രി. ഇത്രയും ശീലങ്ങളുള്ള വേറെ ആരും എനിക്ക് പരിചയമില്ല. ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരുടെയും എക്സാക്ട് ശീലങ്ങൾ ഇത് തന്നെയാണ്, സെയിം ആണ്. എന്നുവെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആവശ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ കൊണ്ട് കറക്റ്റായിട്ട് വെക്കുന്ന പോലെ എന്താ ഒരു കോംപ്രമൈസോ അഡ്ജസ്റ്റ്മെന്റോ ആവശ്യമില്ലാത്ത വിധത്തിൽ എക്സാക്ട്ലി ഇങ്ങനെ ക്ലിക്ക് ആവുന്ന ഒരു ഫിറ്റിംഗ് ആണ്. അത് കൊള്ളാം. ഈ എനിക്ക് തോന്നുന്നു ഒരു 27-ാം തീയതിയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തുനിന്ന് ഉള്ള ഒരു അപ്പം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം വിവാഹിതരായെന്ന് ഞങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത്. ഇത് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. അത് എന്തുകൊണ്ടാണ് പുറത്ത് നമുക്ക് പറയാൻ പാടില്ലായിരുന്നു? എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫ് വളരെ കോൺഫിഡൻഷ്യലാണ്. അത് ഒന്ന് ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഞാനിത് അവർ ആസ്ട്രോനോട്ട് എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ആളെന്ന് പറഞ്ഞാൽ മീഡിയ അന്വേഷിക്കും ആരാണ് അയാൾ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ അനൗൺസ്മെൻറ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. ഓ, അങ്ങനെയുണ്ടല്ലേ? അതെ, ബിക്കോസ് നമ്മൾ വേറെ ഓൾറെഡി അറിയാൻ പാടില്ലല്ലോ. അതൊരു അനൗൺസ്മെൻ്റ് അല്ലേ. പ്രൈം മിനിസ്റ്റർ വിങ്സ് പ്രസൻറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിലെ ആസ്ട്രോനോട്ട്സിനെ റിവീൽ ചെയ്യാണ്, ഒരു ലോഞ്ച് സെറിമണി അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയാൻ പാടില്ല. അതുകൊണ്ട് അത്രയും ക്വയറ്റ് ആവേണ്ട വന്നു. അതേ സമയത്ത് ഈ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് കല്യാണം നേരത്തെ ആക്കിയത്. അല്ലാതെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ അത് എല്ലാം കൊണ്ടും ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. ഈ കല്യാണം വളരെ എന്താണ് ആൾക്കാരെ വിളിക്കാതെ വളരെ സിമ്പിളായിട്ടാണ് നടത്തിയത്. ഫോട്ടോസ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അതിനുശേഷം എല്ലാവരെയും വിളിച്ചിട്ട് പാർട്ടി കൊടുക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ നേരെ പോയി? നേരെ പിന്നെ USA പോയി. ഈ വളരെ തിരക്കുള്ള ഹസ്ബൻഡ് ഒരു ബിസിനസ്മാനാണ് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിൻ്റെ മേഖല വേറൊരു തലത്തിലുള്ളൊരു മേഖലയാണ്. വളരെ തിരക്കുള്ള ഒരു ഹസ്ബൻഡിൻ്റെ വൈഫ് എന്ന ഒരു പദവി അതെങ്ങനെ എൻജോയ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുറേ വർഷം ഒറ്റയ്ക്ക് ജീവിച്ച് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു മാസ്കുലിൻ സൈഡാണ് എക്സ്പ്രസ് ആയിക്കൊണ്ടിരുന്നത്. തൻ്റെയിടവും ബോൾഡ്നെസ്സും. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ തൻ്റെയിടം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എനിക്ക് ഓൾറെഡി അത് അത്യാവശ്യം ഉള്ളതാണ്. പക്ഷേ എൻ്റെ ഫെമിനിൻ സൈഡ് ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചമർത്തപ്പെട്ടു എൻ്റെ ഓൺ മാസ്കുലിനിറ്റി കാരണം. അപ്പോൾ ഞാൻ ഭയങ്കര ബോൾഡ്, എല്ലാവരും കണ്ടാൽ എന്നെ ബോൾഡ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഈ കാരണം കൊണ്ടാണ് ഞാൻ റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്ന മേഖലയായാലും ജീവിക്കുന്ന ലോകമായാലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ ഭയങ്കര മാസ്കുലിൻ സൈഡ് നമ്മൾ റിവീൽ ചെയ്യും.
ആ സൈഡ് കംപ്ലീറ്റ്ലി അങ്ങ് ഒരു ആൽഫ മെയിൽ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീത്വം പുറത്തു വരും. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റ്, എൻ്റെ സ്വഭാവം, എൻ്റെ സംസാരം, എൻ്റെ ഈവൻ ഡ്രസ്സിങ് സ്റ്റൈൽ, ജീവിത രീതി എല്ലാം ഫെമിനിനായി മാറി. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ബുക്കുകളിൽ എഴുതിയ കോണ്ടൻറ്റ്സ്, ഇപ്പോൾ ഞാൻ എഴുതിയ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ദൈവത്തിൻ്റെ ആത്മകഥ, ഈ ബുക്സിൽ പറയുന്നത് ഒരു മാസ്കുലിൻ സൈഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. അതിൻ്റെ ഫെമിനിൻ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രകൃതിയിലോട്ടാണ് വരുന്നത്. മറ്റത് കോൺഷ്യസ്നെസ്. ഇത് പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. ഇതിൽ അത്യാവശ്യം സ്പിരിച്വൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ആ ബുക്കുകൾ മനസ്സിലാവുകയുള്ളൂ. ആർക്ക് വായിച്ചാലും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള റിയൽ ലൈഫ് കാര്യങ്ങൾ ഇപ്പോഴാണ് വർക്കാവുന്നത്. ആ ബുക്ക്, അടുത്ത ബുക്കിൻ്റെ പേര് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, ഞാനിപ്പോൾ ഡിസ്കഷനിലാണ്. ഇറ്റ്സ് കോൾഡ് വിമനോപോസ്. ഭയങ്കര ഡീപ്പായിട്ടുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ പറയുക, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ഘടകങ്ങളാണ് വരുന്നതിൽ. വളരെ പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരു വീട്ടിലെ നെടുന്തൂണ് ആ വീടിൻ്റെ സ്ത്രീയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് വിവാഹത്തിന് ശേഷമാണ്. ഒരുപക്ഷെ അതിനായിരിക്കും വിവാഹം കഴിക്കേണ്ടി വന്നത്. അപ്പോൾ ഇതാണ് എന്നിൽ വന്ന വ്യത്യാസം. സ്ത്രീത്വം ആക്ച്വലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റി തുടങ്ങി. ബിക്കോസ് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഈസ് ഓൾറെഡി ടേക്കൻ കെയർ ഓഫ്. നമ്മൾ തന്നെ വേണ്ട അത് നോക്കാൻ. എഴുത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പം? കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ പണ്ട് പഠനത്തിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാരലലി സിനിമ ബാക്കിയെല്ലാം നടക്കുന്നു. ഇപ്പോൾ ആ പഠനത്തിന് ആ സ്പേസിലേക്ക് കൂടുതലിപ്പോൾ എഴുത്ത് കടന്നു വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ലെനയുടെ ഒരു മുൻ ഇതൊക്കെ എന്തോ ഇത് ഐ മീൻ പൂർവ്വ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 തൊട്ട് സ്കോളർഷിപ്പ് പഠിച്ച് വരുന്നു, BA റാങ്ക് മേടിക്കുന്നു. അപ്പം പിന്നെ ഒരു 16-ാം വയസ്സോട്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്നു. പിന്നീട് ഒരു 20 കഴിയുമ്പോഴത്തേക്കും വിവാഹം കഴിയുന്നു. അതിനുശേഷം ഒരു 20 ഏർലി 20s തന്നെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കൊണ്ട് സ്വയം ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപുള്ള ഈ യോഗി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരുപാട് പേരിലും ഈ ഒരു ടീനേജ് കാലഘട്ടങ്ങളിലാണ് അവരുടെ ഉള്ളിൽ പല രീതിയിൽ തിരിച്ചറിവുകൾ വരുന്നത്. അവരൊക്കെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആക്ച്വലി ലെന ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം ലെന തൊട്ടതെല്ലാം ഒരു പക്ഷേ പൊന്നെന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാം. പഠിത്തത്തിൽ റാങ്കാണ്, ഈ അഭിനയത്തിലും ടോപ്പിൽ തന്നെയാണ്. തിരിച്ചറിവുകൾ വരുന്നു. ഈ തിരിച്ചറിവുകളിൽ ഇപ്പം ഞാൻ എന്താണ്, ഞാൻ തന്നെയാണ് ദൈവം, ഈ തിരിച്ചറിവുകൾ വരുന്നു. ശരിക്കും എന്താണ് നമ്മൾ ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്ന് പറയില്ല. ഇപ്പം ലെനയുടെ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ആളുകളെ നമ്മളുടെ സമൂഹത്തിലുണ്ടാവുള്ളൂ. അവരെല്ലാം തന്നെ മറ്റൊരു തലത്തിൽ എത്തിപ്പെട്ടവരാണ്. ഇപ്പം നമ്മൾ ഈ യോഗി എന്ന് തന്നെ പറയുന്ന കാറ്റഗറിയിൽ ഒരു ഒരു ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നമ്മുടെ പേർപ്പസാണ്. ഈ ബുക്കിൽ വൈ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പറയുന്ന കാര്യമാണത്. എന്നുവെച്ചാൽ ഇത് ഒരു പഴുത്ത മാങ്ങയാണ്. ബാക്കിയുള്ളവർ കണ്ണിമാങ്ങ മുതൽ ഈ പഴുത്ത മാങ്ങ വരെയുള്ള സ്റ്റേജിലുള്ള ആൾക്കാരാണ്. അതിലൊരു സുപ്പീരിയോറിറ്റി ഇല്ല അതിൽ. ഈ കണ്ണിമാങ്ങ കുറച്ച് കഴിയുമ്പോൾ വളർന്ന് വലുതായി പഴുക്കും, എന്നിട്ട് പിന്നെ വീഴും. ആ വീഴ്ചയാണ് നമ്മൾ പറയുന്നത് യു വോണ്ട് കം ബാക്ക് ടു ദി എർത്ത് അഗെയിൻ, ടു ദ വേൾഡ് അഗെയിൻ എന്നാണ് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്നേക്സ് ആൻഡ് ലാഡേഴ്സിൻ്റെ കളിയാണ്. സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് കളിച്ച് 100 നമ്മൾ ഇറങ്ങി ഗെയിമിൽ നിന്ന്. ആ ഒരു അവസ്ഥയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് സോൾസ് മെച്യൂരിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന യോഗി സ്റ്റേറ്റ്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ലാസ്റ്റ് ലൈഫ് ടൈം ആണെന്ന് നമുക്ക് തോന്നും, ബിക്കോസ് അറിവ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ നിമിഷത്തിലും ആ ഒരു അവസ്ഥയിൽ സ്ഥായിയായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ശരീരം വിട്ടു പോകേണ്ടി വന്നാൽ ഇനിയൊരു ശരീരം എടുക്കേണ്ടി വരും. ദാറ്റ്സ് അനദർ ലൈഫ് ടൈം. ബിക്കോസ് ആ സോളിൻ്റെ ജേർണിയാണ് മെച്യൂരിറ്റിയുടെ. അത് പ്രകൃതിയാണ്, പ്രകൃതിയുടെ നിയമങ്ങളാണ് ഇതൊക്കെ. പലരും 18 ജീവിതം ജീവിച്ച് വരുന്ന യോഗിമാരെ പറ്റി പല ബുക്കുകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ മീൻ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ അതേ സോൾ തന്നെ ആയിരിക്കും എന്നൊക്കെ. അപ്പം അത് പല ഡിബേറ്റബിൾ ടോപ്പിക്കായിട്ടും അത് ഡിസ്കഷനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് വായിച്ചിട്ടുള്ളവർക്ക്
അപ്പോൾ യോഗിയുടെ ആത്മകഥ തന്നെ വായിച്ചിട്ടുള്ളവർക്ക് ഒരുപാട് പേർക്ക് അവരുടെ ലക്ഷ്യം തന്നെ മാറ്റിവിട്ട ബുക്കാണ് യോഗിയുടെ ആത്മകഥ. അതെ, ഇതിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ മുമ്പും ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ബുക്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. എൻ്റെ കാഴ്ചപ്പാടുകൾ ലെന എന്ന മനുഷ്യജീവിയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് കുറച്ച് കറപ്റ്റഡ് ആയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, ഒന്ന് നമ്മളെല്ലാവരും നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് നമ്മൾ പറയുന്ന ലോകം അറിയുന്നത്. നമ്മൾ അതേ കാഴ്ചപ്പാടില്ലാത്ത ഒരാളുടെ അടുത്ത് അത് പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ വട്ടായിട്ട് തോന്നാം, അവർക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നാം, അവർക്ക് കംപ്ലീറ്റ് സിങ്കായിട്ട് തോന്നാം. അത് അവരുടെ കാഴ്ചപ്പാടുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അവരുടെ ലോകവും നമ്മുടെ ലോകവും വളരെ സിമിലർ ആയതുകൊണ്ട്. ഒരു സ്ഥായിയായ ലോകമില്ല എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവ് ഇന്ന്. ദാറ്റ് എല്ലാം നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് ആണ്, പോയിന്റ് ഓഫ് വ്യൂ ആണ്, നമ്മുടെ മാത്രം പേഴ്സ്പെക്റ്റീവാണ് എല്ലാം. അപ്പോൾ ഈ ബുക്കിലൂടെ ഒരു വളരെ ഓൾറൗണ്ടഡ് ആയിട്ടുള്ള ലെനയുടെ പേഴ്സ്പെക്റ്റീവ് എത്രയും വരാതെ വളരെ ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കൊടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. വായിക്കുന്ന ആൾക്ക് അതിലേക്ക് അവരുടെ പേഴ്സ്പെക്റ്റീവ് ഇടാൻ പറ്റണം. ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഈ ബുക്ക് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ അകത്തൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 2004 സെപ്റ്റംബർ 3. ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞു. അതിൽ ബുക്കിൽ എഴുതിയ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും നമുക്ക് വാക്കുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഉള്ളിലുള്ള സംസാരം കൊണ്ട് വെർബലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ ദിവസം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഈ തിരിച്ചറിവിന് ശേഷമുള്ള സമയം ഓർമ്മയുള്ളൂ. അതിനു മുന്നേ ഉള്ളത് ഞാനല്ല. ഈ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മൈൻഡിന് അതത്ര ക്ലിയർ അല്ല. എന്ന് വെച്ചാൽ അതുവരെ ഉള്ള ആൾ ഈ ഒരു വളരെ വേഗായിട്ടുള്ളൊരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു 22 year old, ഒരു 22 വയസ്സുകാരി, വളരെ സാധാരണമായിട്ടുള്ളൊരു പെൺകുട്ടി, പഠിക്കും, മിടിക്കുകയാണ്, ഇതൊക്കെ അറിയുള്ളൂ. അല്ലാതെ ആ നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഈ സൈക്കഡലിക് മഷ്റൂംസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ സൈലോസൈബിൻ കഴിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മേലെ കാട്ടിലിരുന്നുകൊണ്ട് അവിടെ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ സങ്കല്പം വെക്കുന്നത്, എനിക്ക് ദൈവം എന്താണെന്ന് അറിയണം, ഐ വോണ്ട് ടു നോ വാട്ട് ഈസ് ഗോഡ് ഡയറക്റ്റ്ലി എന്ന് ചോദിച്ചിട്ടാണ് മെഡിറ്റേഷനിൽ ഇരിക്കുന്നത്. അതിനുശേഷം ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു. പക്ഷേ ഞാനിത് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആൾക്കാർ ചോദിക്കില്ല, നിങ്ങൾ എന്തിനാ ഇത്ര വൾണറബിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാനിത് എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ സമൂഹത്തിൽ കുട്ടികളും യങ്സ്റ്റേഴ്സും ഭയങ്കരമായിട്ട് ഈ കെമിക്കൽസിനും നാർക്കോട്ടിക്സിനും അടിമ ആവുന്നുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എന്ന് വെച്ചാൽ ചിത്തഭ്രമത്തിൻ്റെ വക്കിലുള്ള ഒരു എസ്കേപ്പാണ് എനിക്ക് കിട്ടിയത്. മനസ്സിലായി. അതെനിക്ക് 18 വർഷം എടുത്തു അത് ഫുള്ളി അതിന്ന് റിക്കവറായിട്ട് ഈ ബുക്ക് എഴുതുന്ന അവസ്ഥ വരെ എത്താൻ. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി കിട്ടിയ അറിവിനെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു അറിവാണ്. ഒരു സാധാരണ ഒരു മൈൻഡിന്, ഒരു ബ്രെയിനിന് പെട്ടെന്ന് ഇത്രയും ഇൻഫർമേഷൻ വന്നാൽ അത് ചെതറിപ്പോവും. ബിക്കോസ് ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഞാനിതൊരിക്കലും ആരും അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മാത്രമല്ല, വളരെ സ്ട്രിക്റ്റായിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട്, പ്ലീസ് ഡു നോട്ട് ഡു ദീസ് തിങ്സ്. എനിക്ക് അബദ്ധവശാൽ ഒരു 1% ചാൻസിൽ രക്ഷപ്പെട്ടു പോയ ആളാണ് ഞാൻ. ഇപ്പോഴത്തെ പിള്ളേർ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ലാക്ക് ഓഫ് കണക്ഷൻ. നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഇതിലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതായത് എലികളെ ഒരു റാറ്റ് പാർക്ക് ഉണ്ടാക്കി, അവർക്ക് കളിക്കാനും തിരിയാനും മറിയാനും ഒക്കെ ഉള്ള കുറേ റാറ്റ് പാർക്ക്, അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഫുഡൊക്കെ അമർത്തിയ ഫുഡ് കിട്ടും, അങ്ങനത്തെ ഒരു സ്ഥലം. അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല, അതിൽ വെറുതെ ഒരു ലീവർ അമർത്തിയാൽ ഒരു മയക്കുമരുന്ന് എന്തെങ്കിലും, ഒരു ഐ തിങ്ക് ഇറ്റ് വാസ് കൊക്കെയിനോ എന്തോ ആണ് അവർ യൂസ് ചെയ്തത്. ഈ റാറ്റ് പാർക്കിലും ബാക്കി എല്ലാ സാധനങ്ങളുടെ ഇടയിൽ അതുണ്ട്, അതേ ലീവറുണ്ട്. ഈ ഒന്നുമില്ലാത്ത ടാങ്കിൽ ഇരുന്ന എലി
24 മണിക്കൂറും ഈ ലീവർ തന്നെ അമർത്തി അത് കഴിച്ചാൽ അവിടെ മരിച്ചു. ബിക്കോസ് മയക്കുമരുന്ന് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. മറ്റിടത്ത് പാർക്കുണ്ട്, ഓടി കളിക്കാം, ഇത് ചെയ്യാം, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുഡുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഈ എലി ഒരിക്കൽ പോലും ആ മറ്റേ ടാപ്പ് തൊട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയും ഒരു ഡിജിറ്റൽ ലൈഫും കണക്ഷൻ ഇല്ല, വേറെ ആക്ച്വൽ ആക്ടിവിറ്റീസ് ഇല്ല. എന്ത് ചെയ്യും? പണ്ടൊക്കെ നമ്മൾ സിനിമയ്ക്ക് പോവും, പൂരത്തിന് പോവും, ഉത്സവത്തിനോ എന്തെങ്കിലുമൊക്കെ ഭയങ്കര നാടനായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടായിരുന്നു. ആ കൾച്ചർ വിട്ടു പോവുകയും ചെയ്തു. വെസ്റ്റേൺ കൾച്ചർ വന്നതിലെല്ലാം കൺസ്യൂമറിസമാണ്. വെറുതെ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ, എങ്ങനെയെങ്കിലും പൈസ ചിലവാക്കുക ഫോർ മറ്റേത് ഒരു പൈസ ചിലവും ഇല്ലാതെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റീസും യങ്സ്റ്റേഴ്സിന് കുറേയും കൂടെ അവരുടെ ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ ഒരാൾ എന്തുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പകരം എന്ത് ചെയ്യണം എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ബുക്കിൽ പ്രത്യേകിച്ച് ആ കാര്യം എടുത്തു പറയാൻ കാരണം, ഞാൻ രക്ഷപ്പെട്ടു പോയി പോലും ഇല്ല, അങ്ങനെ പോലും പറയാൻ പറ്റില്ല. ആ എക്സ്പീരിയൻസ് ഉണ്ടായി September 3, 2004. പക്ഷെ പിന്നെ 18 years, അതിൽ 14 years സൈക്യാട്രിക് മെഡിസിൻ കഴിക്കേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്. അത് എളുപ്പമല്ല, ഇറ്റ് ഇസ് ടെറിബിൾ. അതോടൊപ്പം ആ മെഡിസിൻ കഴിക്കുകയും എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഗ്രാഫിൽ എത്തിക്കുകയാണ്. 2004 മുതൽ ഇപ്പോൾ 2025 ഇരിക്കുന്ന ഞാൻ കഠിന പരിശ്രമം എന്ന് പറഞ്ഞാൽ, ബിക്കോസ് പുറകിൽ അത്രയും വെയിറ്റും കൊണ്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഈസി. എനിക്ക് സീരിയസ്ലി യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, പ്ലീസ് ഡു നോട്ട് വേസ്റ്റ് യുവർ ലൈഫ്. ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് ആൻഡ് എനർജി. ബിക്കോസ് ബ്രെയിൻ സെൽസ് ചത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മൾ ഈ കെമിക്കൽസും നാർക്കോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ. ആ നേരത്തേക്ക് എന്തോ വലിയൊരു സാധ്യത, എന്തോ വലിയൊരു കാര്യം സാധിച്ചെടുത്തു എന്നുള്ള ഫീലിങ്ങിലാണ് ഇരിക്കുന്നെങ്കിലും ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ലൈഫ് ആൻഡ് എനർജി. അത് ഞാൻ സീരിയസ്ലി അത് പറയുകയും അങ്ങനത്തെ പ്രോഗ്രാംസിൽ ഇനിയും പങ്കെടുത്ത് ആക്ച്വലി ഇതിൻ്റെ എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പം യങ്സ്റ്റേഴ്സിനോട് ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നവർ ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് എന്താ അറിയാമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഐ എം റെഡി, ബോധവൽക്കരണ ക്ലാസ്സസ് എടുക്കാൻ ഞാൻ റെഡിയാണ്. ബിക്കോസ് നമ്മൾ പറയുമ്പോൾ ഐ ഹാവ് ബീൻ ദർ, ഐ ഹാവ് ഡൺ ദാറ്റ് ആൻഡ് ഐ എം ടെല്ലിങ് യു പ്ലീസ് ഡോണ്ട്. പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്, ആ റൈറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ കയറി പറഞ്ഞിട്ട് എന്താ കാര്യം? സ്ട്രോങ് പോയിന്റ് ആണത്. സോ അതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ജീവിതത്തിലെ ഒരു കോളിംഗ്. നമുക്കൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും സൊസൈറ്റിയിൽ. അപ്പോൾ നമ്മളിതുവരെ ജീവിച്ചു വന്ന ലൈഫ് വെച്ചിട്ട് ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ബിക്കോസ് നമ്മുടെ സ്വന്തം അബദ്ധങ്ങൾ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിലും ആ അബദ്ധം ലൈറ്റർ ആവുകയാണ്, ആ ചെയ്ത മണ്ടത്തരത്തിൻ്റെ ഒരു ഗുണം ഉണ്ടാവുകയാണ്. ഈ ഒരു ബുക്കിൽ മുഴുവനും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ, ദൈവം, ഇതാണ് ലെന പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പം ഓരോ അധ്യായത്തിലും ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇത്രയും ഇപ്പോൾ ഒരു 150ഓളം പേജുള്ള ഒരു ബുക്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ ശരിക്കും ദൈവം? ദൈവം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ. നമ്മളിത് മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ ഈ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാവരോടും ചോദിച്ചാൽ ആരാണ് എൻ്റെ ശരീരം എൻ്റെ മനസ്സെന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. ആരാണത് പറയുന്നത്? ഞാനാണ് പറയുന്നത്. ഈ ഞാനപ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാവും. അപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ ആ കൺഫ്യൂഷൻ നമ്മൾ തീർക്കാൻ ചോദിക്കും, ശരി ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴും കൺഫ്യൂഷനായി. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ലൈഫ്, ജീവനാണ്. ആ ജീവനാണെന്ന് പറയുമ്പോൾ ജീവൻ എന്താണെന്ന് ചോദിക്കാം. നമുക്കൊക്കെ ജീവനുണ്ടെങ്കിലും നമുക്ക് ജീവൻ എന്താണെന്ന് അറിയില്ല. ജീവനുണ്ടെന്ന് മാത്രം അറിയാവൂ. ആ ജീവനാണ് ഈ ശരീരം മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ വാട്ട് ഈസ് ലൈഫ്? അപ്പോൾ ഇറ്റ് ഈസ് കോൺഷ്യസ് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാ എനർജിയും കോൺഷ്യസ് അല്ല. ഇവിടെ ബൾബ് കത്തിക്കുന്ന ഊർജം കോൺഷ്യസ് അല്ല, അത് നമ്മൾ വിരലിട്ട് നമ്മളെയും കത്തിച്ചു കളയും. അപ്പോൾ കോൺഷ്യസ് എനർജി, പ്യൂർലി കോൺഷ്യസ് എനർജി ഈസ് ലൈഫ് എന്ന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ കാഴ്ചപ്പാട്. അതിനി ദൈവം അതല്ല എന്ന് അവകാശപ്പെടണമെങ്കിൽ ഞാൻ തർക്കിക്കാൻ ആളല്ല. ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ
ഈ പറയുന്ന ഞാൻ ഇസ് ജീവൻ, ജീവൻ ഇസ് കോൺഷ്യസ് എനർജി, ബോധമുള്ള ഊർജം. ആ ബോധമുള്ള ഊർജം, ഓൾ എൻകംപാസിങ് ഊർജം, ഓൾ അണ്ടർസ്റ്റാൻഡിങ് ഊർജം, അതാണ് ദൈവം. ഇത് ഞാൻ പറയുന്നു. ഇതുമായിട്ട് തർക്കിക്കുന്നവരുടെ അടുത്ത് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. അത് അവരുടെ പെർസ്പെക്റ്റീവ് ആവാം, അവരുടെ ലോകം എനിക്കറിയില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നതായിട്ട് സിങ്ക് ആവാൻ പറ്റുന്നവർക്ക് ഇത് ഗുണം ചെയ്യും. എന്ന് വെച്ചാൽ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, ഞാൻ, ഇത് മൂന്നും കമ്പാർട്ട്മെൻറ്റലൈസായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറിവോടുകൂടെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതം വളരെ ഡിഫറെൻ്റാണ്. ഓക്കെ. ഇത് പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോഴേ ദ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചതിനെ പറ്റി ലെന പറയുന്നുണ്ട്. എനിക്കൊന്നും മോഹൻലാൽ ലാലേട്ടനാണ് ആ ബുക്ക് വായിക്കണമെന്ന് പറഞ്ഞ് റെഫർ ചെയ്തത്. അപ്പോൾ ആ ബുക്ക് വായിച്ചതിൻ്റെ അകത്താണ് ഒരു 3 കാര്യങ്ങൾ ആവശ്യപ്പെടുക. അല്ല, അത് ദ സീക്രട്ടിലാണ്. ദ സീക്രട്ടിലാണ് ഈ ആസ്ക്, ബിലീവ്, റിസീവ് എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത്. അതൊരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഒരു എയർപോർട്ടിൽ എൻ്റെ ബാഗ് 3ാമത് വരണമെന്ന് മനസ്സിൽ ഓർക്കുകയും അത് അതേപോലെ തന്നെ 3ാമത് വരികയും ചെയ്യുന്നു. അതിൽ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും അതൊരു കോയിൻസിഡൻസ് ആയിക്കോട്ടെ. ശരിക്കും അതെ, കോയിൻസിഡൻസ് ആവാം. ഞാൻ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ ബുക്ക് ഫ്ലൈറ്റിലായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇവരൊരു കാര്യം പറഞ്ഞാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, ആസ്ക്, ബിലീവ്, റിസീവോ, എന്നാൽ എന്ത് ചോദിക്കാം. എൻ്റെ ബാഗ് ഇപ്പോൾ കൺവെയർ ബെൽറ്റിൽ വരുമല്ലോ. നമ്മളെല്ലാവരും ഈ ബാഗിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതെന്നെ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ ബാഗ് ഒരു പച്ച കളറിലുള്ള ഒരു ലെതർ ബാഗായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് ഈ കൺവെയർ ബെൽറ്റിൽ നമ്പർ 3 ആയിട്ട് വരണം. എന്നാൽ ഞാനിത് വിശ്വസിക്കാം. മനസ്സിൽ ഓർക്കുവാണ്. ഇങ്ങനെ ഞാൻ വെറുതെ ഫിക്സ് ചെയ്യാണ് ഒരു സംഭവം. ഇതിൻ്റെ തത്വം നമ്മൾ പരീക്ഷിക്കുകയാണ്. തത്വം ഇസ് ദിസ്: നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക, അത് കിട്ടും, അത് നടക്കും എന്ന് ബിലീവ് ചെയ്യുക, എന്നിട്ട് അത് റിസീവ് ചെയ്യുക. ഇതാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആഹാ അത് നോക്കണമല്ലോ. ഞാനിത് പരീക്ഷിക്കുന്നു. ആ ബാഗ് 3ാമതായിട്ട് വരുന്നു. സർപ്രൈസ്ഡ് ആയോ? എനിക്ക് ഭയങ്കര ആഹ്ലാദം വന്നു, എനിക്ക് ചിരി വന്നു. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഒരാൾ ബാഗ് വരുന്ന കണ്ടിട്ട് ഇത്രയും ചിരിക്കുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ഈ പറഞ്ഞ പോലെ മെനി കോയിൻസിഡൻസസിലൊരു കോയിൻസിഡൻസ് ആയിരിക്കും. ബിക്കോസ് പലപ്പോഴും നമ്മളെ എപ്പോഴും അത് ചോദിച്ചാൽ അത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതായത് എന്തെങ്കിലും ഒരു തത്വം ഉണ്ടെങ്കിൽ അത് എപ്പോഴും വർക്ക് ചെയ്യണം. ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യാത്ത കാര്യങ്ങളിൽ നമുക്കതൊരു തിയറി, ഒരു ഫിക്സ്ഡ് കാര്യമല്ല അത്. സോ അതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെയും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു 80% ഓഫ് ദ ടൈം ഇത് വർക്ക് ചെയ്യും, 20% വർക്ക് ചെയ്യില്ല. അപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് അന്വേഷിച്ചാണ് മറ്റേ നമ്മുടെ പോളോ കോയലോൻ്റെ സേയിങ് ആണ് ഈ അറിവ്. അതായത് എന്തെങ്കിലും വേണമെങ്കിൽ ആഗ്രഹിക്കുക, യൂണിവേഴ്സ് തരും. എനിക്ക് തോന്നുന്നു ആ അധ്യായത്തിന്റെ അടുത്ത അധ്യായത്തിൽ തുടക്കം ബിക്കോസ് ഞാൻ അത് ട്വിസ്റ്റ് ചെയ്തു. പോളോ കോയലോൻ്റെ ആ പറച്ചിൽ ഞാൻ ട്വിസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ആവുമ്പോൾ അത് 100% നടക്കും. വേറെ നമ്മളിത് പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും ആഗ്രഹം ഇല്ലാത്തൊരു കാര്യത്തിന് വെറുതെ എനിക്കൊരു BMW കാർ വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല. പക്ഷെ വെറുതെ ചോദിച്ചാൽ ഞാൻ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ആഗ്രഹമാണെങ്കിൽ ഒരു BMW ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആൾക്കാരില്ലേ. എന്ന് വെച്ചാൽ ചിലവരുണ്ട്, എൻ്റെ ലൈഫിൽ ഒരേ ആഗ്രഹമുള്ളൂ, എനിക്കൊരു BMW കാർ വേണം എന്ന് പറയുന്നവരുണ്ട്. അതായത് 5ാം ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങിയതായിരിക്കും. അവർക്ക് എന്തായാലും അത് കിട്ടും. എന്താണെന്നറിയോ, അത് യൂണിവേഴ്സ് അവരുടെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം പ്ലാന്റ് ചെയ്യുന്നതാണ്. ആ കാറ് നേടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യും അത് കിട്ടാൻ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെസ്റ്റിനേഷനാണത്. അപ്പോൾ ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ശരീരവും മനസ്സിൽ നിന്നാണോ അതോ ഞാനിൽ നിന്നാണോ? ഞാനിൽ നിന്നാണെങ്കിൽ 100% നടക്കും, നടന്നിരിക്കും. അതിന് തടസ്സമില്ല. വേറെ ആരാ തടയാൻ? ദൈവത്തിന്. കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞ യൂണിവേഴ്സ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അതെ, നമുക്കത് നടക്കും എന്നും തോന്നും. അത് നടക്കും. നമുക്ക് വെറുതെ ഒരു തോന്നല. എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് വെറുതെ അത് നടക്കും. അതെവിടെ നിന്നാണ് ആ ഒരു ധൈര്യം തോന്നുന്നത്? ബിക്കോസ് നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നമ്മൾ അറിയാണ് അത് നടക്കും.
പല കാര്യങ്ങളും നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് ദൈവമേ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ യൂഷ്വലി നടക്കില്ല. ബിക്കോസ് അത് നമ്മുടെ ഏതോ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ എന്തോ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ ആരെയോ താത്തി കാണിക്കാനോ എന്തോ റിവെഞ്ച് എടുക്കാനോ എന്തോ ഒരു നെഗറ്റിവിറ്റിയാണ്. എന്തോ പുറത്തുള്ള ഒരു കാര്യം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഷോ അത് നടക്കുമോ, അതെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മുടെ ആഗ്രഹങ്ങളല്ല. അത് നമ്മൾ വെറുതെ പുറമേ നിന്ന് എടുത്തു വയ്ക്കുന്ന കുറേ ബാഗേജാണ്. ഇത് സംഭവിക്കണം, ഇത് സംഭവിക്കണം, എന്തോ വാശി പുറത്ത് ചെയ്യുന്ന പോലെ. ഇതിലൊരു വാശിയില്ല. ശരിക്കുള്ള ഒരു ഡിസയർ എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ചു വരുന്നു. നമ്മൾ അതിനനുസരിച്ച് തോന്നിപ്പിക്കുന്നതാണ്. മനസ്സിലായി. എന്നുവെച്ചാൽ ആരെ തോന്നിപ്പിക്കുന്നു എന്ന് നമ്മൾ ക്ലിയർ ആക്കണം. നമ്മൾ പറഞ്ഞു എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, അത് പറയുന്നത് ഞാൻ. ആ ഞാൻ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഞാൻ എന്ന് പറയുന്ന ലൈഫ് മൈൻഡിനെ തോന്നിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവ ഊർജം നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുമ്പോൾ ദാറ്റ് യെസ് എനിക്കിത് വേണം. അത് തോന്നിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പോയി എടുക്കുക. ഇപ്പോൾ ഇത്രയും പറയാം, വിശക്കുന്നു, അതൊരു ഡിസയറാണ്. അതാരാ തോന്നിപ്പിച്ചത്? അതെങ്ങനെ വന്നു? അത് ആ ഒരു തോന്നൽ, വിശപ്പ് എന്ന് പറഞ്ഞത് ആ പ്രകൃതി തോന്നിപ്പിച്ചു. അതുപോലെ തന്നെ പ്രകൃതി തോന്നിപ്പിക്കണം എല്ലാ കാര്യങ്ങളും. വിശക്കാത്ത സമയത്ത് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വന്ന ഉടനെ വീണ്ടും ഒരു ബിരിയാണി വിളമ്പി തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും നല്ല ബിരിയാണി ആയാലും. അപ്പോൾ തോന്നൽ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. പുറമെ ഇപ്പോൾ ബിരിയാണി വന്നു, എന്തായാലും ബിരിയാണി വന്നല്ലോ അതും തിന്നാന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ഡിസയേഴ്സ്, വിശപ്പ്, ദാഹം, അതുപോലെയാണ് എല്ലാം വരേണ്ടത്. അപ്പോൾ 100% നടന്നിരിക്കും വളരെ സ്മൂത്തായിട്ട്, വിത്തൗട്ട് എനി പ്രോബ്ലം. ഈ ടോപ്പിക്കൽ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഫാമിലിയിലേക്ക് ഒന്ന് വരാം. ഈ എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ, എന്തൊക്കെയാണ്? ഫ്യൂച്ചറില്ലല്ലോ, പ്രസന്റ് മാത്രമേ ജീവിക്കുന്നു. സീരിയസ്ലി അതുപോലെയുള്ള ഒരാളെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് തോന്നിയത്. ബിക്കോസ് എന്നെപ്പോലെ തന്നെ എക്സാക്ട്ലി എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ ഞാൻ ശരിക്കും പ്രസൻറ്റ്ലി ജീവിക്കാൻ പഠിച്ചത് പുള്ളിയുടെ നിന്നാണ്. ബിക്കോസ് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് നമ്മുടെ മേൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പ്രസൻറ്റിലേക്ക് ജീവിക്കാൻ ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ പുള്ളി എന്നെ ഓർമ്മിപ്പിക്കും. ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഈ മൊമെൻറ്റേ ഉള്ളൂ. ഈ സ്ട്രെസ് വരുന്ന എപ്പോഴാണ്, ആങ്സൈറ്റി വരുന്ന എപ്പോഴാണ്? മുന്നോട്ട് ചിന്തിക്കുന്നു എന്ന് പറയും. മുന്നോട്ടില്ല. എന്ത് മുന്നോട്ട് പോയാൽ മതിലാണുള്ളത്, ആ ചുമരാണുള്ളത്. ശരീരം ഇരിക്കുന്നിടത്താണ് പ്രസൻറ്റ്. ശരീരം ഇരിക്കുന്നിടത്താണ് പ്രസൻറ്റ്. ഈ മൈൻഡ് പോകുന്നത്, ഈ ശരീരം നാളെ എവിടെ പോകും? നാളെ അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, ഈ ശരീരത്തിന് വേണ്ട ഫുഡ് നമുക്ക് പാക്ക് ചെയ്യണം. ഇതൊക്കെ പറയുന്നത് അതൊരു എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രസൻറ്റ് മൊമെൻ്റ് ആണ്. ഒരു എക്സ്റ്റൻഷനേ ഉള്ളൂ, ഒരു കോർഡിനേഷനേ ഉള്ളൂ. ഒരു പ്യുവർ ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഉണ്ടായിട്ടില്ല. അത് ആ മൊമെൻറ്റിലേ ഉണ്ടാവുള്ളൂ. അത് വേറെ ഇപ്പം നടക്കുന്ന എത്രയോ കാര്യങ്ങൾ കൂട്ടിച്ചേർന്നാണ് ആ അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. എത്രയോ മില്യൺസ് ആൻഡ് മില്യൺസ്, ട്രില്യൺസ് ഓഫ് സാധനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ലേറ്റ് ആയാൽ നമ്മുടെ ഇൻ്റർവ്യൂവിനെ അത് ബാധിക്കും. അങ്ങനെയാണ് ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അതേപോലെ പിന്നോട്ടെന്ന് പറയുന്നു. എന്ത് പിന്നോട്ട് പോയാലും ഇതേ മതിൽ, ചുമര്. പക്ഷേ നമ്മളെന്ത് ചെയ്യും? പിന്നോട്ട് പോയി. ഞാൻ 5 കൊല്ലം പിന്നോട്ട് പോയി. എങ്ങനെ പോയി? ടൈം ട്രാവലോ? എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കാൻ തോന്നും. 5 കൊല്ലം പിന്നോട്ട് പോയി എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് എന്തോ ക്രിയേറ്റ് ചെയ്തു ഒരു ഓർമ്മയായിട്ട്. എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഡിപ്രഷൻ ഉണ്ടാവുന്നത് പാസ്റ്റ് എന്ന സാധനം മൈൻഡ് എടുത്ത് വയ്ക്കുമ്പോഴാണ്. ആങ്സൈറ്റി ഉണ്ടാവുന്നത് ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടാണ് ആങ്സൈറ്റി. ഈ രണ്ടെണ്ണം. അതിനുള്ള ഒരു വഴിയേ ഉള്ളൂ, ശരീരം ഇരിക്കുന്നിടത്ത് മനസ്സിരിക്കുക. എനിക്ക് ഈ ബുക്ക് വായിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക സഹായം എന്നാണോ അതിന് പറഞ്ഞത്? ഈ
ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്റ്റിലേക്ക് പോകരുത്. ബിക്കോസ് പാസ്റ്റ് ഇല്ല. നിങ്ങളുടെ മനസ്സ് വെറുതെ കിടന്ന് കറങ്ങുകയാണ്. പക്ഷെ എങ്ങനെ മനസ്സിനെ മാറ്റും? ശരീരം വഴിയേ മാറ്റാൻ പറ്റൂ. അതാണ് അടുത്ത ബുക്ക്. അടുത്ത ബുക്ക് മാത്രമല്ല, അതൊരു വലിയൊരു പ്രോഗ്രാം തന്നെയായിരിക്കും. ബിക്കോസ് ശരീരം വെച്ചിട്ടുള്ളത് നമുക്ക് വായിച്ചാൽ പോരല്ലോ, ചെയ്യണ്ടേ. ഓക്കെ, എക്സ്പീരിയൻഷ്യൽ ആയിരിക്കും. അങ്ങനെയായിരിക്കും. അപ്പോൾ അത് ബുക്കായിട്ട് ഇറങ്ങുമ്പോൾ ബുക്കായിട്ട് ഇറങ്ങാം. നമ്മൾ പക്ഷേ ബുക്കിൽ വായിച്ചാൽ നമ്മൾ ചോദിക്കും ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ വായിച്ചതൊക്കെ കാണിച്ച് പ്രാക്ടിക്കലി കാണിച്ച് നമ്മൾ പ്രാക്ടിക്കലി അത് എങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നമ്മൾ വീണ്ടും ഫാമിലി ചോദിച്ചിട്ട് വീണ്ടും ബുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാം ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലോട്ട് ഇത് നമ്മൾ ലൈഫിനെ പറ്റിയല്ലേ പറയുന്നത്. അതെ, ഈ ബുക്കിൽ തന്നെ നമ്മൾ ജീവനെ പറ്റി പറയുമ്പോൾ ലൈഫിൽ നടക്കുന്ന എല്ലാം ഈ ബുക്കായിട്ട് റിലേറ്റഡ് ആയി വരുന്നതുകൊണ്ടാണ്. ഞാൻ ബുക്കിലെ കാര്യമല്ല പറയുന്നത്, മനസ്സിലായി. പക്ഷെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇപ്പൊ ലൈഫിലെ കാര്യങ്ങളാണ്. ഈ എനിക്ക് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന കേട്ടിട്ട് വീട്ടുകാർ തമ്മിൽ പോയിട്ടുണ്ടോ? വീട്ടുകാരില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എവിടെയാണെങ്കിലും രണ്ടുപേര് ഇരുന്നിട്ട് സുഖമായിട്ട് ഇതൊക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ നല്ല എന്താ വളരെ ലൈറ്റായിട്ട് കൊച്ചു കുട്ടികൾ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ആ നിമിഷത്തിലെ കാര്യമുള്ളൂ കുട്ടികൾക്ക്. ഇപ്പം ഇത് കണ്ടു, ഇത് കഴിക്കാമല്ലേ, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ ജീവിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്. കൊച്ചു കുട്ടികൾ ജീവിക്കുന്ന പോലെ, റിയലി കൊച്ചു കുട്ടികൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അവർക്കൊരു അടി കൊടുത്തു, അവർ കരഞ്ഞു, 5 മിനിറ്റ് കഴിയുമ്പോൾ അത് കഴിഞ്ഞു, മറന്നുപോയി, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഭംഗി, അതാണ് ലൈഫിൻ്റെ ഭംഗി. നമ്മളത് വിട്ടുപോവാണ്. കൊച്ചിലെ നമുക്കതുണ്ടായിരുന്നു, പിന്നെ എപ്പോഴും അത് പോയി. നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് അങ്ങ് കട്ട പുകയാക്കി വെച്ചിരിക്കുകയാണ് ലൈഫ്. ഒരാവശ്യമില്ല. സിംപ്ലിഫൈ ചെയ്യുക, തിരിച്ച് കുട്ടിക്കാലത്തേക്ക് പോവുക. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ എങ്ങനെ ഇപ്പം അതൊക്കെ എങ്ങനെ വരുന്നു? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? സ്ട്രെസ് ഇല്ലല്ലോ, നേരത്തെ അതാ പറഞ്ഞത്. ജസ്റ്റ് ചെറിയൊരു കാര്യം. ഇപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ച് മറന്നുപോയി എന്ന് വിചാരിക്കുക, ഇന്നത്തെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ മറന്നുപോയി, ഞാനിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത അത്രയും ദൂരത്തൊരു സ്ഥലത്താണ്. ആ നിമിഷത്തിലൊരു സ്ട്രെസ് ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ അയ്യോ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന, ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സ്ട്രെസ്, അത്രേ ഉള്ളൂ. അത് നല്ലതാണ്. ചെറിയ ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് വേണം എപ്പോഴും. എന്നുവെച്ചാൽ നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അത്ര ഇൻവെസ്റ്റഡ് ആണ്. അതല്ലല്ലോ ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്ട്രെസ്സ്. 10 കൊല്ലത്തിന് ശേഷം നടക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ച് ഇവിടെ ടെൻഷൻ അടിച്ച്, ചിലപ്പോൾ ഒരു കാര്യമില്ല, വെറുതെ ടെൻഷൻ അടിക്കുക. അത് ആക്ച്വലി ശരീരത്തിലെ അസുഖങ്ങൾ കൊണ്ടാണ്. ശരീരത്തിൽ സ്വസ്ഥതയില്ല. സ്വസ്ഥത ഈസ് ഹെൽത്ത്. ശരീരത്തിൽ നല്ല ഹെൽത്ത് ഇല്ല, അത് മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഒരു കാര്യമില്ല, അത് വെറുതെ ഒരു പിരിമുറുക്കം. അത് ശരീരത്തിലാണ് നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ടത്, മനസ്സിലല്ല. മനസ്സ് ശരീരവും കണക്റ്റഡാണ്, ഒന്നാണ്. മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ബോഡീനെ എഫക്റ്റ് ചെയ്യും, ബോഡിയിലുണ്ടാകുന്നത് മനസ്സിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതലും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളാണ് ഉള്ളത്. എനിക്കിപ്പോൾ ലെന എന്നൊരു നടിയേക്കാൾ ഉപരി എന്നോട് സംസാരിക്കുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലേ? എന്തുമാവാം. നമ്മൾ നടിയും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നടിയാവാൻ പറ്റുള്ളൂ. 24 മണിക്കൂർ നമ്മൾ നടിയല്ല, ആ ക്യാമറയുടെ മുന്നിലുള്ള ഒരു ഡോക്ടറുടെ സ്വന്തം എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ ആ ഒരു ലൈഫൊക്കെ ഈ ബുക്കിൽ പരാമർശിക്കപ്പെട്ട് പോയിട്ടുണ്ട്. പിന്നീട് ആ പഠിച്ചത് എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഒഫീഷ്യലി ഒരു ക്ലിനിക്ക് വഴി അല്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇത് പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് വന്നിങ്ങനെ മനസ്സ് തുറന്ന് കരയുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്ത് കൊടുത്ത ഇഷ്ടംപോലെ ഉണ്ടോ? കുട്ടിക്കാലം മുതൽ അത് തന്നെയാണ് ജോലി. എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണത്. എപ്പോഴും അതാണ്. ബിക്കോസ് എപ്പോഴും നമ്മുടെ ചുറ്റിനുള്ളവരെക്കാൾ കൂടുതൽ നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. വായന കൊണ്ടോ അല്ലെങ്കിൽ ശീലം പഠിച്ചിട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആക്ച്വലി എക്സ്പീരിയൻസ് കൊണ്ടോ ഉണ്ടാവും. മനസ്സിലായി. അപ്പം നമ്മളെപ്പോഴും ചുറ്റിനുള്ളവർക്ക് ഒരു ഹെൽപ്പായിരിക്കും. US നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പം ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ കാണാനും മീറ്റ് ചെയ്യാനും ഫങ്ഷൻസൊക്കെ വരും. അപ്പം അവരൊക്കെ വരുമ്പോൾ അവരെല്ലാം സിനിമ എന്നുള്ളൊരു ബേസിൽ അവർ ചിലപ്പോൾ ഒരു ബുക്ക് അവർ അത്രയും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ ലെനയുടെ ഈ ഒരു സൈഡ് അവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പം
അവരൊക്കെ വരുമ്പോൾ ഈ ബുക്കിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ലെന അവരോട് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കൂടുതലും ഇതിലേക്ക് ഫോക്കസ് ചെയ്യൂ, സംസാരങ്ങൾ കുറച്ചുകൂടി ഇങ്ങനത്തേക്ക് മാറ്റുക, അങ്ങനെ പോവാറുണ്ടോ? ഇല്ല, അതായത് എൻ്റെ ലൈഫും ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എനിക്കിത് രണ്ടല്ല. അപ്പോൾ ഞാൻ കുറേ ഫങ്ഷൻസിൽ പങ്കെടുത്തു. US ഓണം സമയമായിരുന്നു, പിന്നെ കുറേ അങ്ങനത്തെ കുറേ നാനായ സഭയുടെ ഒരുപാട് മീറ്റിങ്സിനൊക്കെ പങ്കെടുത്തു. അപ്പോൾ അവിടെയൊക്കെ നമ്മളോട് സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്സ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല സംസാരിക്കുന്നത്. അത് ഇങ്ങനത്തെ ടോപ്പിക്സേ ആവുള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഞാനിത് പറയുമ്പോൾ അവർക്കും അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ പറഞ്ഞു, ഫൈനലി ആരോ വെറുതെ വന്നിട്ട് നമ്മളോട് നിങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു, ഓൾ ദ ബെസ്റ്റ്, വെരി ഗുഡ്. സാധാരണ അവർ പറഞ്ഞു വെറുതെ നമ്മളെ വന്ന് കുറേ പൊക്കി പറയും, അവരെ തന്നെ സ്വയം കുറേ പൊക്കി പറയും, വന്നിട്ട് പോവും ആൾക്കാർ. നിങ്ങൾ നമുക്ക് ഉപകാരമുള്ള, ഞങ്ങൾക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഫർമേഷൻ തന്നു, സോ താങ്ക് യു ഫോർ ദാറ്റ് എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ലായിരുന്നു. ഈ ബുക്കൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ ഇഷ്ടം പോലെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല. അപ്പോൾ ആ സമയത്ത് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. നമ്മൾ വെറുതെ കുറേ എല്ലാവരും സൂചിപ്പിച്ച് നിർത്തുന്ന കുറേ വർത്തമാനം പറയും. അത് ഭയങ്കര സൂപ്പർഫിഷ്യലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എനിക്ക്. ഇതിന് ശേഷമാണ് കുറച്ച് ഫ്രീഡം കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. ബിക്കോസ് ഫൈനലി എനിക്ക് ഞാനായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു 20 വർഷം അല്ലെങ്കിൽ ഒരു 18 വർഷത്തോളം വേണ്ടി വന്നു ഇങ്ങനെ ഒരു ബുക്കിലേക്ക് എത്തിപ്പെടാണെന്നുള്ളത് ഒരു വലിയ നീണ്ട കാലയളവല്ലേ? പിന്നല്ലേ, ഡെഫിനറ്റ്ലി. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ വെറുതെ തോന്നലിൻ്റെ പുറത്ത് എഴുതിയാൽ പോരാ, ജീവിച്ച അനുഭവമാണ് എഴുതുന്നത്. അത് ജീവിക്കണ്ടേ, അത്രയും കൊല്ലം ജീവിച്ചതിൻ്റെ അറിവാണത്. മുന്നേ ഒന്നും തോന്നിയിട്ടില്ല ബുക്ക് എഴുതണം അങ്ങനെയുള്ള? അല്ല, അതിനുള്ള പാകമായിട്ടുണ്ടായിരുന്നില്ല. കഥ മുഴുവൻ ഒരു കംപ്ലീഷനിൽ എത്തണ്ടേ. ഇപ്പം മനസ്സിൻ്റെ ഭാഗം എഴുതി, ഇനിയിപ്പോൾ ശരീരത്തിൻ്റെ ഭാഗം എഴുതാം. അത് അങ്ങനെ തന്നെ വളരെ ഇതിലും ഗംഭീരമായിട്ട് അത് വരട്ടെ എന്ന് ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് വളരെയധികം ഗുണമുള്ള, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബുക്കായിരിക്കും. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ചിലവർക്ക് മാത്രമുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷെ ശരീരം എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം, നമ്മുടെ ആരോഗ്യം. തീർച്ചയായിട്ടും. ഇനി വളരെ ക്രിഞ്ചായിട്ട് ചോദിച്ചോട്ടെ, ഒരു നാസ പോലുള്ള ഒരു അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റിൻ്റെയും ഒരു വളരെ ഒന്നാം നിലയിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ്, അല്ലെങ്കിൽ ഇത്രയും ചിന്തക എന്നൊക്കെ നമുക്ക് പറയാം, നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ്? അതാ പറഞ്ഞത്, വളരെ കുട്ടികളെ പോലത്തെ വളരെ പൈങ്കിളി ബാലിശമായിട്ടുള്ള ഒരു പ്രണയമാണ്. വാലന്റൈൻസ് ഡേന് ടെഡി ബെയറും ചോക്ലേറ്റൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് പ്രണയമാണ്. അതെ, സർപ്രൈസ്. പിന്നെ മറ്റേ ഫ്രിഡ്ജില് ഒരു ബോർഡുണ്ട് സാധനങ്ങളൊക്കെ എഴുതാൻ, അതിലൊക്കെ ചെറിയ ലവ് ലെറ്റേഴ്സും നോട്ട്സ് ഒക്കെ വിടുന്ന ടൈപ്പ് പ്രണയമാണ്. ഭയങ്കര പൈങ്കിളി പ്രണയമാണ്. അങ്ങനെയാണ് രണ്ടുപേരും. ഞങ്ങൾ ഭയങ്കര പൈങ്കിളികളാണ്. ഭയങ്കര തനി റൊമാൻസ് പടങ്ങളിൽ കാണുന്ന റൊമാൻറ്റിക്സ് ആണ്. മഴ പെയ്താൽ അയ്യോ മഴ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ആൾക്കാരാണ്. സ്വയം പറയില്ലേ ഞാനൊരു ആക്ട്രസാണ്? അത് നമ്മൾ മറന്നുപോലും. നമ്മളത് ഓർമ്മിപ്പിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ വളരെ പാവം പിള്ളേരാണ്. ഓക്കെ. ഈ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു, വീട് പണി എവിടം വരെയായി? തീരാറായി. ഇനി കൊച്ചിക്കാരിയാവും. അപ്പം അദ്ദേഹത്തിന്റെ ഒരു എങ്ങനെയാണ് കൊച്ചിയിലേക്ക് വരുമോ? നോക്കണം എങ്ങനെയൊക്കെയാണ്. ഞങ്ങള് ബാംഗ്ലൂരാണ് ഇപ്പോൾ താമസം, ഇസ്രോ ഫെസിലിറ്റിയിലാണ്. അപ്പോൾ ഇസ്രോ ഫെസിലിറ്റിയിലുള്ള താമസം പുള്ളിയുടെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, അത് ഇവിടെ തിരിച്ചു വന്നിട്ടാണ് അവർ നോക്കേണ്ടത്. എൻ്റെ കാര്യം മിക്കവാറും ബാംഗ്ലൂരും കേരളവും തമ്മിൽ ഉള്ളൊരു ഷട്ടിലാവാനാണ് സാധ്യത വരുന്നത്. അദ്ദേഹത്തിന് ഒരു തരത്തിലും ഇന്റർവ്യൂ തരാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലല്ലോ? അവർക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഓർഡറാണ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നുള്ള ഓർഡറാണ്. അവർക്ക് അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് പോയി ഫ്രീ ആയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റ് സാങ്ഷൻസ് വേണം. അങ്ങനെ വേണമല്ലേ? സാങ്ഷനോട് കൂടിയിട്ട് അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റും. ആ ഇന്റർവ്യൂ എനിക്ക് തന്നെ കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് ഗവൺമെന്റിന്റെ ഏത് തലം വരെ പോകാനും ഞങ്ങൾ റെഡിയാണ്. അതെ, അങ്ങനെ നടക്കുമായിരിക്കും. അതെ, ഒരു കൈ നോക്കണം. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം.
നീ നല്ല മനുഷ്യനാ ടോമി. വിളക്കമേകാനുള്ളിൽ ദീപം